നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രാണപ്രതിഷ്ഠ ചടങ്ങ് പൂർത്തിയാക്കി അയോധ്യയിലെ രാമക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകിയതോടെ അയോധ്യയിലും സമീപ നഗരങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രാണപ്രതിഷ്ഠ ചടങ്ങ് പൂർത്തിയാക്കി ജനുവരി 23 ചൊവ്വാഴ്ചയാണ് ഭക്തർക്കായി രാമക്ഷേത്രം തുറന്നു നൽകിയത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ദിവസവും 10,000-കണക്കിന് ആളുകളാണ് എത്തുന്നത്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ആദ്യ ട്രെയിൻ സർവീസ് ഇന്ന് പാലക്കാട് ഒലവക്കോട് സ്റ്റേഷനിൽ നിന്ന് വൈകുന്നേരം 7:10 ആസ്ഥ സ്പെഷ്യൽ ട്രെയിനിന്റെ സർവീസ് ആരംഭിക്കുക. മൂന്നാം ദിനം പുലർച്ചെ 3 അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷനിലെത്തും. അന്ന് വൈകുന്നേരം തന്നെ മടക്കയാത്രയും ആരംഭിക്കും. കോയമ്പത്തൂർ വഴിയാണ് സർവീസ്. ഫെബ്രുവരി 4, 9, 14, 19, 24, 29 തീയതികളിൽ പാലക്കാട് നിന്ന് അയോധ്യയിലേക്ക് സർവീസുകളുണ്ട്. തിരുനെൽവേലിയിൽ നിന്ന് ഫെബ്രുവരി 1 അയോധ്യയിലേക്ക് പുറപ്പെടുന്ന ട്രെയിനിന് കേരളത്തിൽ തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം ടൗൺ, ഷൊർണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട്. ആദ്യ സർവീസുകളിലെ തിരക്ക് പരിശോധിച്ച് കൂടുതൽ സർവീസുകൾ ആരംഭിക്കാനും റെയിൽവേ പദ്ധതിയിടുന്നുണ്ട്. 1500 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന 22 സ്ലീപ്പർ കോച്ചുകളാണ് ഉണ്ടാവുക. കോയമ്പത്തൂർ, നാഗർകോവിൽ, തിരുവനന്തപുരം വഴിയും കൂടുതൽ ട്രെയിൻ സർവീസുകൾ അയോധ്യയിലേക്ക് സർവീസ് നടത്തുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ IRTCയുടെ ടൂറിസം ബുക്കിംഗ് വെബ്സൈറ്റിലൂടെ സംഘമായാണ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുക. സ്റ്റേഷനിൽ നിന്നോ IRTC ആപ്പ് വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയില്ല. യാത്ര ചെയ്യുന്നവരുടെ പേര് വിവരങ്ങൾ ട്രെയിൻ കടന്നുപോകുന്ന സ്റ്റേഷനുകളിലെ ഉന്നത റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുൻകൂട്ടി ലഭ്യമാകും. കൂടാതെ തീർത്ഥാടന നഗരമായ ഹരിദ്വാറിൽ നിന്ന് അയോധ്യയിലേക്ക് ആദ്യ ആസ്ഥ ട്രെയിൻ സർവീസ് തുടങ്ങി. ജയ് ശ്രീറാം മുഴക്കി നൂറുകണക്കിന് രാമഭക്തരാണ് കന്യായാത്രയ്ക്കായി എത്തിയത്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആസ്ഥ എക്സ്പ്രസ് ജനുവരി 25 ആരംഭിക്കുമെന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നെങ്കിലും അയോധ്യയിലെ വൻ തിരക്ക് കണക്കിലെടുത്ത് മാറ്റിവെക്കുകയായിരുന്നു. ഇന്നു മുതൽ ആസ്ഥ പതിവായി സർവീസ് നടത്തും. ശ്രീരാമക്ഷേത്രം കാണാനായത് ഭാഗ്യമാണെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. 500 വർഷമായി നമ്മുടെ പൂർവികർ ഇതിനായി കാത്തിരിക്കുകയായിരുന്നു. നമ്മുടെ രാമൻ വന്നു, അതായത് രാമരാജ്യം വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭക്തരുടെ എണ്ണം ഉയർന്ന തോതിൽ തുടരുന്ന സാഹചര്യത്തിൽ തിരക്ക് കുറയ്ക്കുന്നതിനായി 68 കിലോമീറ്ററുള്ള ഗ്രീൻഫീൽഡ് ബൈപ്പാസ് പദ്ധതിക്കും റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പ്രത്യേക അനുമതി നൽകിയതായാണ് റിപ്പോർട്ട്. പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ശേഷം ജനുവരി 23 പൊതുജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നുകൊടുത്തതിന് പിന്നാലെ ഇതുവരെ 18,75,000 തീർത്ഥാടകർ ശ്രീരാമന്റെ വിഗ്രഹം കാണാൻ അയോധ്യയിലേക്ക് എത്തിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ക്ഷേത്രം തുറന്നുകൊടുത്ത ആദ്യ ദിവസം മാത്രം 5 ലക്ഷം സന്ദർശകരാണ് ഇവിടെ എത്തിയത്. പിന്നീട് ദിനം പ്രതി ശരാശരി 2 ലക്ഷത്തിലധികം സന്ദർശകരുടെ എണ്ണം സ്ഥിരമായി തുടരുകയാണ്. ജനത്തിരക്ക് നിയന്ത്രിക്കാനും ഭക്തർക്ക് സുഗമമായ അനുഭവം ഉറപ്പാക്കാനും പ്രാദേശിക അധികാരികളും ക്ഷേത്ര ട്രസ്റ്റും പ്രവർത്തിക്കുന്നുണ്ട്. വലിയ ജനക്കൂട്ടത്തിനിടയിൽ ക്യൂകൾ സുഗമമാക്കുന്നതിനും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനുമുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. 392 തൂണുകളും 44 വാതിലുകളും ഉൾക്കൊള്ളുന്ന പരമ്പരാഗത നാഗര ശൈലിയിലുള്ള വാസ്തുവിദ്യയാൽ പണിത ക്ഷേത്ര സമുച്ചയം തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നു. ക്ഷേത്രത്തിന് ഉൾവശം എല്ലാ ഹിന്ദു ദേവതകളുടെ സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു. ശ്രീകോവിലിൽ രാംലല്ലയുടെ വിഗ്രഹവുമുണ്ട്.